അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊച്ചിയിലുള്ള ക്രോക്കറി ആൻഡ് കട്ട്ലറി എന്ന് പറയുന്ന ഷോപ്പിലാണ്. അതായത് നമ്മൾ കിച്ചൺ അതിനകത്ത് കഴിഞ്ഞിട്ട് വരുന്ന ഡൈനിങ് വെയറിലോട്ട് വരുമ്പോഴത്തേക്കും എന്തൊക്കെ സെലക്ട് ചെയ്യണം, അതിൻ്റെ അപാര സെലക്ഷൻസ്, അതുപോലെ തന്നെ കട്ട്ലറി. അപ്പോൾ നമ്മൾ ഷോറൂമിനുള്ളിലേക്ക് വന്നിരിക്കുകയാണ്. നമസ്കാരം. ഹലോ അജയ്. വെൽക്കം ടു ക്രോക്കറി. ഓ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. 20+ കൺട്രീസിന്റെ 45+ ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ആണ് നമുക്ക് ഇവിടെ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇവിടുന്ന് തുടങ്ങാം. ഇതിലെന്ന് പറയുന്നത് ബൊഹീമിയൻ ക്രിസ്റ്റൽസ് ആണ്. ബൊഹീമിയൻ ക്രിസ്റ്റൽസ് അല്ലേ? 6 പീസ് സെറ്റ് ആയിട്ട് വരും. ഓക്കെ, അതൊക്കെ എന്ത് റേറ്റ് സ്റ്റാർട്ടിംഗ് ഉണ്ടാവും? നമ്മുടെ ഗ്ലാസ് വേഴ്സ് സ്റ്റാർട്ടിംഗ് പ്രൈസ് 2500 മുതൽ സെറ്റിനല്ലേ? സെറ്റ് യെസ് യെസ്. 2500 മുതൽ ഒരു 1.5 lakhs വരെ അവൈലബിൾ ആണ്. ഇത് ഓർണമെന്റൽ ഗ്ലാസസ് ആണ്. ഇത് ബൊഹീമിയൻ ക്രിസ്റ്റൽ ആണ്, ചെക്ക് റിപ്പബ്ലിക് എന്നുള്ളതാണിത്. ഇതെന്ന് പറയുന്ന ഹാൻഡ് പെയിന്റഡ് ആണ്. ഇതിന്റെ ചെറിയ വർക്ക്സ് ഒക്കെ വരുന്നത് ഹാൻഡ് പെയിന്റഡ് ആണ്. നമ്മുടെ കൈ കൊണ്ട് തന്നെ പെയിന്റ് ചെയ്തിരിക്കുന്നതാണ്. പെയിന്റ് ഗ്ലാസസിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് 3000 മുതലാണ്. അതും സെറ്റ് അല്ലേ പറയുന്നത്? സെറ്റ് ആയിട്ട് സെറ്റ് ഓഫ് 6 വരുന്നത്. യെസ്, ഒരെണ്ണത്തിന്റെ റേറ്റ് അല്ല കേട്ടോ നമ്മൾ പറയുന്നത്. ഇത് ഏതായിരുന്നു ബ്രാൻഡ്? വിൽറോയ് ആൻഡ് ബോക്ക് എന്ന് പറയുന്ന ബ്രാൻഡ് ആണ്. ഇത് ജർമ്മനിയുടെ ബ്രാൻഡ്. എനിക്ക് വേൾഡിലെ തന്നെ ഫേമസ് ബ്രാൻഡ് ഫേമസ് ആണ്. ഇത് 1748 സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. ഏകദേശം ഒരു 200 വർഷത്തിന് മേലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു. എനിക്ക് തോന്നിയാൽ ഇവർക്ക് നമ്മൾ ഈ പറഞ്ഞ ഗ്ലാസ് ഉൾപ്പെടെ എല്ലാം ഉണ്ട്. ഗ്ലാസ് ഡിന്നർവെയർസ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലാസ് വെയർസ് ഉണ്ട്, കട്ട്ലറീസ് ഉണ്ട്. ഇവിടെ കട്ട്ലറീസ് ഉണ്ടല്ലേ? പിന്നെ വേസസും അവൈലബിൾ ആണ് ഈ ബ്രാൻഡിൽ. ഓക്കെ ഓക്കെ. അതിൽ ഇവിടുന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ കമ്പനിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പെർ പീസ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിപ്പോ ഈ സെറ്റ് ഇത് മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഇത് മാത്രം എടുക്കാം, അല്ലാതെ 21 പീസ് സെറ്റ് ആയിട്ട് എടുക്കാം. മറ്റതിൽ അത് കിട്ടില്ല, ബാക്കിയൊന്നും അത് കിട്ടത്തില്ല. ഇതൊരു ഫുൾ സെറ്റ് അല്ലേ? ഇതൊരു ഫുൾ സെറ്റ് ആണ്. ഇത് ആറേക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ട് വരുന്ന ഒരു നമ്മുടെ ടൈൽ കമ്പനി റാസൽ കൈം ആറേക്കെ തന്നെയല്ലേ? ഓ, അവരുടേതാണ് കേട്ടോ. ഇത് നമ്മൾ ഇത്ര നേരം കണ്ടതിന് ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ. ഇത് കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇത് ജപ്പാനിലെ നോറിറ്റാക്കി എന്ന് പറയുന്ന നോറിറ്റാക്കി. ഓക്കെ. ഇതിൽ 2 മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഒന്ന് പോർസ്ലിനും ഒന്ന് ബോണ്ട് ഷൈനും. ഓക്കെ. നമുക്ക് ഡെങ്കോട്ടോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്, ശ്രീലങ്കൻ ബ്രാൻഡ് ആണ്. ഇത് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 9000 മുതൽ ഒരു 24,000 ആ ഒരു റേഞ്ചിൽ വരുന്ന പ്രൈസ്. ആ റേഞ്ചിനുള്ളിൽ ഇൻ ബിറ്റ്വീൻ ദാറ്റ് റേഞ്ചിലാണ് വരിക. പേഴ്സണൽ യൂസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഹൗസ് വാർമിങ്ങിനോ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ. യെസ്, പല കളേഴ്സ് അവൈലബിൾ ആണ്. ടീ സെറ്റ്സ് അല്ലേ? അതായത് ടീ സെറ്റ്സ് ആണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടിരുന്ന നോറിറ്റാക്കിയുടെ ബ്രാൻഡ്, നേരത്തെ അവിടെ ഡിന്നർ സെറ്റ് കണ്ടിരുന്നു, അതിന്റെ തന്നെ ടീ സെറ്റ്സ് ആണ്. ഇത് 17 പീസിലാണ് വരുന്നത്. ഇതിൽ ടീ പോട്ട് ഇൻക്ലൂഡഡ് ആണ്, അതുപോലെ തന്നെ ഷുഗർ ബൗളും പിന്നെ ഒരു ക്രീമർ ഇൻക്ലൂഡിംഗ് ആയിട്ട് 6 കപ്സും 6 സോസറും വരുന്നത്. അങ്ങനെ കിച്ചണിലോട്ട് വരുമ്പോഴത്തേക്ക് ബെൽജിയത്തിൽ നിന്നുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അത് ബെർഗോഫ് ലിയോ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇതിന്റെ ഒരു കോട്ടിങ് വരുന്നത് ഫെർണോ ഗ്രീൻ എന്ന് പറയുന്ന പ്ലാന്റ് ബേസ്ഡ് കോട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതില് ഓയിലോ ബട്ടറോ ഒന്നും തന്നെ ആവശ്യമില്ല, ഒന്നും വേണ്ട ഇതിനകത്ത്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതെന്ന് പറയുന്നത് ഫെർണോ ഗ്രീൻ കോട്ടിങ് തന്നെ വരുന്നത്, പ്ലാന്റ് ബേസ്ഡ് കോട്ടിങ്. ഒട്ടും തന്നെ ഒട്ടി പിടിക്കത്തില്ല. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനൊരു സ്ട്രെയിനർ ഉണ്ട് ഇവിടെ. അതായത് അടച്ചു കഴിഞ്ഞാൽ ചോറൊക്കെ വാർക്കണമെങ്കിൽ ഇങ്ങനെ ഈസി ആയിട്ട് വാർക്കാം. അങ്ങനെ എടുക്കുന്നു, നിങ്ങൾ കൊണ്ട് വെക്കുന്നു. ഡിറ്റാച്ചബിൾ ഹാൻഡിലാണ് വരുന്നത്. അതൊരു കുക്ക് ആൻഡ് സെർവ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. വീണ്ടും കൊണ്ട് വെക്കുന്നു, വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എടുത്തിട്ട് പോവാം. പിന്നെ നമ്മുടെ പാൻസിന്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ടെഫ്ലോൺ കോട്ടിംഗ് ഇല്ല. ടെഫ്ലോൺ കോട്ടിംഗ് ഒട്ടും തന്നെ ഇല്ല, ഒന്നിനും ഇല്ല. ഇത് തന്നെ പല ഡിഫറെന്റ് ഐറ്റംസ് അല്ലേ? അതെ, ഇത് ബെർഗോഫ് എന്ന് പറയുന്ന ബെൽജിയത്തിൽ നിന്നുള്ള കിച്ചൺ യൂട്ടിലിറ്റീസ് സ്പാറ്റുലാസ് ഒക്കെയാണ്. സെറ്റ് ആയിട്ട് വരുന്ന ജോസഫ് ആൻഡ് ജോസഫ് കമ്പനിയുടെ തന്നെ സെറ്റ് ആയിട്ട് വരുന്ന യൂട്ടൻസിൽസ്. ഒറ്റ സെറ്റ് ആണല്ലേ ഇതെല്ലാം? ഇത് ഒരു ഡിഫറെന്റ് സാധനമാണ്. ഇതൊക്കെ എന്തിനുള്ളതാണെന്ന് ഇവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. കളർ കോഡഡ് ആണ്. അതില് 4 കളർ കട്ടിംഗ് ബോർഡ് 4 കളേഴ്സിൽ വരുന്നുണ്ട്. ഇത് വെജിറ്റബിൾസിനുള്ളത്, ഇത് ഫിഷിനുള്ളതാണ്. എനിക്ക് തോന്നുന്ന ഹോട്ട് പോട്ട്സ് ഒക്കെ വെക്കാനുള്ളതാണ്. മീറ്റ് കട്ട് ചെയ്യാനായിട്ടുള്ള ഓരോ കളറിനും ഓരോ കോഡ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഫ്ലാസ്ക്, ഇത് ഗ്ലാസിന്റെ ഫ്ലാസ്ക് ആണ്. നമ്മൾ അപ്പറേ കണ്ട ആ ഒരു ബ്രാൻഡിന്റെ തന്നെ അല്ലേ? ഇത് സ്റ്റെയിൻലെസ് സ്റ്റീല്. അങ്ങനെ താഴെ ഇതൊക്കെ വാട്ടർ ബോട്ടിൽസ് അല്ലേ? സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബോട്ടിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അടുത്തതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ബേക്കിംഗ് മെറ്റീരിയലിലോട്ടാണോ വന്നേ? ഇത് ബേക്കിംഗ് മെറ്റീരിയൽ മാസ്റ്റർ ക്ലാസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. UK എന്നുള്ള കമ്പനിയുടെ ഇത് ലാവ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഇത് ടർക്കിയുടെ പ്രോഡക്റ്റ് ആണ്. മെറ്റീരിയൽ എന്താണ്? കാസ്റ്റ് അയൺ ആണ്. നല്ല ഹെവി ആട്ടോ അല്ലേ? അപ്പൊ അതങ്ങനെ കാസ്റ്റ് അയണിന്റെ പ്രൊഡക്റ്റ് ആണ്. അതിന്റെ തന്നെ
നമുക്ക് കാസറോൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ്. ഇതെന്ന് പറഞ്ഞതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ 4-5 മണിക്കൂർ ചൂട് നിൽക്കും. 5 മണിക്കൂർ 5 മണിക്കൂറോളം ചൂട് നിൽക്കും. ഓക്കെ ഓക്കെ. ഇത് ഇത്രേ ഉള്ളൂ. ലോക്ക് ആൻഡ് സീൽ. ഇതിങ്ങനെ എടുക്കുക, വെക്കുക, ഇവിടുന്ന് ഇങ്ങനെ വെക്കുക, പ്രസ് ചെയ്തിട്ട് തുറക്കുക. വളരെ ഈസിയാണ്. അതിന്റെ പല വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത് അല്ലേ? പല ലിറ്റേഴ്സിൽ അവൈലബിൾ ആണ്. ഇത് ബാർ ക്രാഫ്റ്റ് എന്ന് പറയുന്ന UK കമ്പനിയാണ്. ഇത് ബാർസ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള കിച്ചൺ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. കിച്ചൺ എയ്ഡിൽ നമുക്ക് വരുന്നത് മെയിൻ ആയിട്ട് വരുന്നത് സ്റ്റാൻഡ് മിക്സേഴ്സ് ആണ്. പിന്നെ കെറ്റിൽസ് ഉണ്ട്. എന്ന് പറയുന്നത് ടൈഫൂൺ എന്ന് പറയുന്ന ബ്രാൻഡാണത്. UK ബ്രാൻഡാണ്. ഇത് എനിക്ക് തോന്നുന്നു അലൂമിനിയം തന്നെയാണ്. ട്രീറ്റഡ് ഫോർജ്ഡ് അലൂമിനിയം അല്ലേ? ബാംബു ലിഡ് വരുന്നുണ്ട്. എയർ ടൈറ്റ് ആണ്. ഇത് ഗ്ലാസ് ആണോ? ഇത് സീ ത്രൂ ഗ്ലാസ് ആണ്. ബ്രബാൻഡിയ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ നെതർലാൻഡ്സ് എന്ന് പറയുന്ന നെതർലാൻഡിന്റെ ആണ് പ്രോഡക്റ്റ് ആണത്. ഇവിടെ എനിക്ക് തോന്നുന്നു കുട്ടികളുടെ കിഡ്സ് സെക്ഷൻ ആണ്. കിഡ്സ് സെക്ഷൻ ആണ് ഇതെല്ലാം. എല്ലാം കിച്ചൺ യൂട്ടിലിറ്റീസ് ആണ്. ബർഗോഫ് ഫ്രം ബെൽജിയം. അതുപോലെ തന്നെ ജോസഫിന്റെ പ്രോഡക്ട്സും ഉണ്ട്. കട്ട്ലറി സെറ്റ് ആണ്. 24 പീസ് സെറ്റിലാണ് വരുന്നത്. 24 പീസിൽ വരുന്നുണ്ട്, 30 പീസിൽ വരുന്നുണ്ട്, പിന്നെ 56 പീസിൽ നമുക്ക് വരുന്നുണ്ട്. 4000 തൊട്ട് 1 lakh വരെയാണ് കട്ട്ലറി സെറ്റിന്റെ പ്രൈസ്. ഇതൊക്കെ എന്താണാവോ? ഇത് ബ്ലാക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്. ജസ്റ്റ് ബ്ലാക്ക് കോട്ടിംഗിൽ വരുന്നത്. ഇത് അങ്ങനെ സ്വർണ്ണം കോട്ട് ചെയ്തിരിക്കുന്നതാണ്. ഗോൾഡ് കോട്ട് ചെയ്തിരിക്കുന്നതാണ്. ബുഗാട്ടി എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അക്രിലിക് ആണ് വരുന്നത്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ റിംഗ് വരുന്നുണ്ട് ഇവിടെ. ഈ നൈഫ് ബ്ലോക്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കട്ടിംഗ് ബോർഡ് 11 പീസ് സെറ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 18,000 ഒക്കെ വരും. ഇതിനകത്ത് ഒരു നൈഫ് ഒക്കെ കട്ട് ചെയ്യാൻ പറ്റിയ നൈഫ് ഷാർപ്നറും ഉണ്ട്. ഇതില് വെളിയിൽ കൊടുത്തിരിക്കണ്ട, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. നൈഫ്സ് അവിടെ ഉണ്ടോ? നൈഫ്സ് ഉണ്ട്. നൈഫ്സ് സെപ്പറേറ്റ് ആയിട്ടുള്ളതുകൊണ്ട് സ്റ്റാർട്ടിംഗ് ഫ്രം 500 തൊട്ട് നമുക്ക് അവൈലബിൾ. ഇത് കോൾ ആൻഡ് മേസൺ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ബ്രാൻഡാണിത്. സോൾട്ട് ആൻഡ് പെപ്പർ മിൽസ് ആണിത്. ഇത് വെബർ എന്ന് പറയുന്ന ബ്രാൻഡ് USA എന്നുള്ള ബ്രാൻഡാണ്. ഇതിനൊരു 79,000 ഒക്കെ പ്രൈസ് റേഞ്ച് വരുന്നതാണ്. ഇതൊരു ഗ്യാസ് ഗ്രില്ലാണത്. ഇതിൽ നമുക്ക് താഴെയായിട്ട് ഈ 5 കിലോയുടെ ഗ്യാസ് ഊറ്റി വെക്കാനുള്ള ഒരു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് സാധാരണ നമ്മളെ ഗ്യാസ് സ്റ്റൗ യൂസ് ചെയ്യുന്ന പോലെ തന്നെ 2 ബർണർ ഉണ്ട് ഇതിന്. ജസ്റ്റ് ഇഗ്നൈറ്റ് ചെയ്തിട്ട് ബർണർ യൂസ് ചെയ്യാം. ഇവിടെ ഫുഡ് ജസ്റ്റ് വെക്കുക. പിന്നെ ഇവിടെ ആയിട്ട് ടെമ്പറേച്ചർ ഗേജും കൊടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത വന്ന് നെപ്പോളിയൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഇത് കാനഡയിലെ ബ്രാൻഡാണ്. ഇതും ഗ്യാസ് തന്നെയാണ്. അടിയിൽ അതിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് പക്ഷേ 3 ബർണർ ആണ്. അതാണെങ്കിൽ 2 ബർണർ. അത് നമ്മുടെ സർവീസ്, അതായത് നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ കൊച്ചിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വന്നെടുക്കാൻ തന്നെ പറയും. കൊച്ചിയിൽ നിന്നല്ല, എനിക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഷോപ്പ് തന്നെയാണത്. ആ രീതിയിലാണ് നമ്മുടെ സ്റ്റോർ നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. ക്രോക്കറി ആൻഡ് കട്ട്ലറി ത്രൂ ആയിട്ട് ഇവരാ പേര് തന്നെ ഇട്ടേക്കാം. ക്രോക്കറി ആൻഡ് കട്ട്ലറി ആണെന്ന് വരുന്ന ആൾക്കാർ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ. വീണ്ടും എപ്പോഴും വ്യത്യസ്തമാർന്നത് അത് മാത്രമാണ് നമ്മൾ ഇതിനോട് പറയാൻ ആഗ്രഹിച്ചത്. ക്രോക്കറി ആൻഡ് കട്ട്ലറി പർച്ചേസ് ചെയ്യുക എന്നുള്ളതിലുപരി അത് കണ്ട് പർച്ചേസ് ചെയ്യുക എന്നുള്ള, ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് പർച്ചേസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം എടുത്തു പറയട്ടെ. അതിനായിട്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. ബാക്കിയുള്ളവർ ലൊക്കേഷനും കാര്യങ്ങളും ഇട്ടേക്കാം. വീണ്ടും വരും മറ്റൊരു മികച്ച വീഡിയോ. അതുവരെയും അജയ് ശങ്കർ സൈനിക, ഡോക്ടർ.